ഹായ് ഡിയേഴ്സ്, ഇന്നും രണ്ട് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഓലനും പുതിന ചമ്മന്തിയും. ഓലൻ ഉണ്ടാക്കാനായി 1 ടേബിൾ സ്പൂൺ വൻപയർ തലേന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു 1/2 കിലോയിൽ താഴെയാണ് മത്തൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് മീഡിയം പീസസായി മുറിച്ചെടുക്കണം. തോല് കളയുമ്പോൾ കൈ മുറിയാതെ സൂക്ഷിക്കണം. അങ്ങനെ ഓണം എത്തി. ഇനി കുറച്ച് റെസിപ്പീസ് കൂടിയുണ്ട്, അതുകൂടി നമുക്ക് പെട്ടെന്ന് ഇടാം. ഇതിപ്പം ഓലൻ്റെ 3ാമത്തെ റെസിപ്പിയാണ്. ആദ്യത്തെ റെസിപ്പി കുമ്പളങ്ങയും വൻപയറും തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കിയതാണ്. രണ്ടാമത്തേതിൽ തേങ്ങ അരച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മുടെ ഈ ഓലനിലെ കഷ്ണങ്ങൾ ഈ വലുപ്പം വേണം. ഈ ഓലനും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. മത്തനും വൻപയറാണ് കഷ്ണങ്ങൾ. അങ്ങനെ നമ്മളെല്ലാ പീസസും മുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ ബൗൾ ഫുള്ളായി. ഇനി തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വൻപയറെടുത്ത് കുക്കറിലേക്ക് ഇടാം. ആവശ്യത്തിന് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞളും ഇട്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിലും വെച്ച് നമ്മുടെ കഷ്ണങ്ങൾ വേവും. അടുത്ത അടുപ്പിൽ മത്തൻ, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ ഉപ്പ്, 3 പച്ചമുളക് നെടുകെ കീറിയത്, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അതിന് ഒരു പിടി തേങ്ങ അല്ലെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് 1/4 പാൽ എടുക്കുക. കുറച്ച് മുമ്പ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു പായസം ഉണ്ടാക്കി. അപ്പോൾ ഉപയോഗിച്ച അതേ പാത്രങ്ങളും അരിപ്പയുമാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. കഴുകിയില്ല, മടിയാണ് കേട്ടോ കൂട്ടുകാരെ. ഇതാ പാൽ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. നമ്മുടെ മത്തൻ എന്തായി എന്ന് നോക്കാം. മത്തനെല്ലാം വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം വറ്റാനുണ്ട്. നല്ല പോലെ വേവണം. കുറച്ച് കഷ്ണങ്ങൾ ഉടച്ചു കൊടുത്താലേ നമുക്ക് തിക്നെസ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച പയറിടാം. അതിൻ്റെ കൂടെയുള്ള വെള്ളം ഒഴിക്കരുത്, നമ്മുടെ കറി കറുത്തു പോകും. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തിളപ്പിക്കരുത്, നല്ലപോലെ ഇളക്കണം. പറ്റുന്നത്ര കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കുക. എല്ലാ കഷ്ണങ്ങളും ഉടയ്ക്കരുത്, കടിക്കാൻ കുറച്ച് കഷ്ണങ്ങൾ വേണം. എന്നിട്ട് തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഓഫ് ചെയ്യണം. തേങ്ങാപ്പാലൊന്ന് ചൂടായത് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഞരടി ഇടാം. കുറച്ച് 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് അടച്ച് വയ്ക്കാം. ഒരല്പസമയത്തിന് ശേഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറിയെല്ലാം നല്ലപോലെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇടാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഓലൻ റെഡി. ഇനി നമുക്ക് അടുത്തത് ചമ്മന്തി ഉണ്ടാക്കാം. അതിന് 1 പിടി പുതിന, 1 പിടി മല്ലിയില, 3 പച്ചമുളക്, 1 ചെറിയുള്ളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ഒരു കുഞ്ഞ് ഇഞ്ചി. ഇതിന് നമുക്ക് മിക്സി ജാറിലേക്കിട്ട് അരച്ചെടുക്കണം. ആദ്യം പുതിന, മല്ലിത്തഴ, പിന്നെ ചെറിയുള്ളി ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. പച്ചമുളകും ഒന്ന് മുറിച്ചിടുക, ചിലപ്പോൾ അരിയില്ല. അതിനുശേഷം ഇഞ്ചിയും ഒന്ന് മുറിച്ചിടണം. പുളി ചെറിയ പീസാക്കി മുറിച്ചിടുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഒന്ന് കറക്കി കൊണ്ടുവരാം. ഒന്ന് കറക്കിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് നല്ലപോലെ ഇളക്കിയ ശേഷം 3 ടേബിൾ സ്പൂൺ തേങ്ങയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. നല്ല ഫൈനായി അരച്ചിട്ടുണ്ട്. നല്ല കളറുണ്ട്, നല്ല ഭംഗിയില്ലേ. ഇനി നമ്മൾ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം. മിക്സി ജാറിൽ ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്യണത് നല്ലതായിരിക്കും. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്.